ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോ ഓഫ് തോട്ട്സ് നമ്മൾ പലരും ലോ കോളേജിൽ കയറിയ ശേഷം ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു നിയമമാണ് ലോ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള നിയമമാണ്. ന്യൂ ബീസിനൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന നിയമമാണ്. പക്ഷേ നമ്മൾ അതിന്റെ ബേസിക്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. ബേസിക്സ് അറിഞ്ഞില്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ടഫ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് ലോ ഓഫ് തോട്ടിന്റെ ബേസിക്സ്, അതിന് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ എസെൻഷ്യൽ എലമെന്റ്സ്, അതൊക്കെ മെയിനായിട്ട് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ അതുപോലെ തന്നെ സ്റ്റഡി വീഡിയോസും അതുപോലെ മറ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമുക്ക് ലോ ഓഫ് തോട്ട്സ്. ആദ്യം നമുക്ക് ലോ ഓഫ് തോട്ട്സ് പറയുന്നതിന് മുന്നേ ടോട്ട് എന്താ അത് പറഞ്ഞുതരാം. ടോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? Tort is derived from the Latin word tortum, which means to be twisted. Okay, tort is derived from the Latin word tortum, which means to be twisted. അതായത് ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം അത് ശരിയായ രീതിയിൽ ചെയ്യാതെ ഒരു തെറ്റായ രീതിയിൽ ചെയ്യുക. ഒരു കാര്യം ഒരു തെറ്റായ രീതിയിൽ ചെയ്യുക. ആ തെറ്റായ രീതിയിൽ ചെയ്തതിന് മൂലം വേറൊരാൾക്ക് ഒരു ഇഞ്ചുറി സംഭവിക്കുക. ഒരാൾക്ക് ഒരു ലീഗൽ ഇഞ്ചുറി സംഭവിക്കുക. ഓക്കെ, വേറൊരാൾക്ക് നഷ്ടം ഉണ്ടാവുക. അതിനാണ് നമ്മൾ എന്തു പറയുന്നത്? ടോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ടോർട്ടിൽ രണ്ട് പാർട്ടീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, ടോർട്ട് ചെയ്യുന്ന ആള്. ദ പേഴ്സൺ ഹു കമ്മിറ്റ്സ് ദ ടോർട്ട് ഈസ് നോൺ ആസ് ടോർട്ട് ഫീസർ. ഓക്കെ, ദ പേഴ്സൺ ഹു കമ്മിറ്റ്സ് ദ ടോർട്ട് ഈസ് നോൺ ആസ് ടോർട്ട് ഫീസർ. ഇനി ടോർട്ട് വഴി നഷ്ടമുണ്ടായ അല്ലെങ്കിൽ ടോർട്ട് വഴി ഇഞ്ചുറി ഉണ്ടായി വിളിക്കുന്ന ആളെ പറയുന്ന പേരാണ് അഗ്രേവ്ഡ് പാർട്ടി. ഓക്കെ, അപ്പൊ ഈ അഗ്രേവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഗ്രേവ്ഡ് പാർട്ടിക്ക് റെമഡി ഉണ്ട്. Where there is a right, there is a remedy. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉബിജസ് ഇബി റെമഡിയം. Where there is a right, there is a remedy. അപ്പോൾ ഒരാളുടെ ഒരു റോങ്ഫുൾ ആക്ട് മൂലം, വേറെ ഒരു ടോർഷ്യസ് ആക്ട് മൂലം ഒരാൾക്ക് നഷ്ടമുണ്ടായി. അപ്പൊ അഗ്രേവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോർട്ട് ഫീസർക്കെതിരെ ഒരു ടോർട്ട് കേസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോർട്ട് കേസ് കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ്? പ്ലെയിന്റിഫ്. ഇല്ലേ? ഇവിടെ ടോർട്ട് ഫീസർ ആരാ? ഡിഫൻഡന്റ്. ഓക്കെ, നമ്മൾ നോർമലി ഈ ലോ ഓഫ് ടോട്ട്സിൽ സെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് കേസ് ലോസ് ആണ്. കാരണം ലോ ഓഫ് ടോട്ട്സ് എന്ന് പറയുന്ന നിയമം വന്നത് തന്നെ ജുഡീഷ്യൽ ഡിസിഷൻസിലൂടെയാണ്. ഓക്കെ, ജുഡീഷ്യൽ കോടതി വഴി ജഡ്ജിമാരെടുത്ത ഡിസിഷൻസിലൂടെ വന്നൊരു നിയമമാണ് ലോ ഓഫ് ടോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് ടോട്ട്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. ഓക്കെ, അപ്പൊ ഇനി ടോർട്ടും ക്രൈമും തമ്മിൽ വ്യത്യാസമുണ്ട്. ടോർട്ടും ക്രൈമും ഒന്നല്ല. ഓക്കെ, ടോർട്ടും ക്രൈമും തമ്മിൽ വ്യത്യാസമുണ്ട്. ടോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സിവിൽ റോങ് ആണ്. സിവിൽ റോങ് ആയതുകൊണ്ട് തന്നെ അവിടെ റെമഡി എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. റെമഡി എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. പക്ഷെ ക്രിമിനൽ റോങ് ആണെങ്കിൽ എന്താണ്? റെമഡി എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആണ്. സോ ടോർട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം എ ക്രൈം. അപ്പൊ നമുക്ക് ടോർട്ട് നോക്കാം. ടോർട്ട് ലോ ഈസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. ടോർട്ട് ലോ ഈസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. Tort law is a branch of civil law, okay, that address a civil wrong, civil ആയിട്ടുള്ള wrong, and provides remedies to the individuals who suffered harms due to actions or omissions of law. Tort എന്ന് പറയുന്നത് tort law is a branch of civil law. Tort law is a branch of civil law and tort law എന്താ ചെയ്യുന്നത്? Tort law provides remedies. ഒരാളുടെ ടോർട്ട് മൂലം ഒരു വ്യക്തിക്ക് ഡാമേജ് ഉണ്ടായ വ്യക്തിക്ക് റെമഡി കൊടുക്കുക എന്നാണ് ടോർട്ട് ലോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് അഡ്രസ് സിവിൽ റോങ്സ്. ഓക്കെ, സിവിൽ ഈ ടോർട്ടിന്റെ എക്സാമ്പിളുകൾ എന്തൊക്കെ ടോർട്ടുകളുണ്ട്? ഡിഫോമേഷൻ ഒരു ടോർട്ടാണ്, നെഗ്ലിജൻസ് ഒരു ടോർട്ടാണ്. ഓക്കെ, അപ്പോൾ ടോർട്ട് ലോ അഡ്രസ്സസ് സിവിൽ റോങ്സ് ആൻഡ് പ്രൊവൈഡ്സ് റെമഡീസ് ടു ദ ഇൻഡിവിജ്വൽസ്. ടോർട്ട് വഴി ഇഞ്ചുറി, ലീഗൽ ഇഞ്ചുറി, റൈറ്റിന്റെ വയലേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് റെമഡി കൊടുക്കുക. റെമഡി യൂഷ്വലി എന്താ? കോമ്പൻസേഷൻ ആണ്, പണിഷ് അല്ല ചെയ്യുന്നത്. അതാണ് ടോർട്ടും ക്രൈമും തമ്മിൽ വ്യത്യാസം. സോ അതാണ് ടോർട്ട് ലോ എന്ന് പറയുന്നത്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടോർട്ട് ലോ, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടോർട്ട് ലോ ഈസ് ടു ഓഫർ റിലീഫ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടോർട്ട് ലോ ഈസ് ടു പ്രൊവൈഡ് റിലീഫ് ടു ദ ഇഞ്ചേർഡ് പാർട്ടി. ഓക്കെ, എന്ത് ചെയ്യുക? ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തൂടെ ഒരു പേഴ്സൺ ഇഞ്ചുറി ഉണ്ട്. ആ ഇഞ്ചുറി ഉണ്ടായ പേഴ്സൺ റെമഡി കൊടുക്കുക എന്നുള്ളതാണ് ടോർട്ട് ലോയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ മറ്റൊരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടയുക. ഫ്രം കമ്മിറ്റിംഗ് സിമിലർ. ഒരു വ്യക്തിയെ നമ്മൾ നോർമലി ടോർട്ട് ചെയ്യുന്ന ഒരാളെ എന്ത് ചെയ്യുക? അതുവഴി ഇഞ്ചുറി ഉണ്ടായ ആൾക്ക് റെമഡി കൊടുക്കുക.
റെമഡി കൊടുക്കുന്ന മറ്റുള്ള ആൾക്കാരും ഇതുപോലെ ടോർട്ടിൽ കമ്മിറ്റ് ചെയ്യുന്നത് ഡിറ്റർ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ടോർട്ടിലോടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. Okay, tort law encompasses a wide range of issues including personal injury, property damage. പലതരം വിഷയങ്ങൾ ടോർട്ട് ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഇനി ഈ ടോർട്ട് ലോ എങ്ങനെയാണ് വന്ന് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഈ ടോർട്ട് ലോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ടോർട്ട് ഈസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ടോർട്ട് ലോ എവിടെ നിന്നാണ് വന്നത്? ടോർട്ട് ലോ ഇംഗ്ലീഷ് ഒറിജിനാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ഒറിജിൻ, ഇംഗ്ലണ്ടിലൂടെയാണ് വന്നത്. അപ്പൊ നമ്മളൊരു കൊളോണൈസ്ഡ് കൺട്രി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക നിയമങ്ങൾക്കും ഇംഗ്ലണ്ടിലെ കോമൺ ലോ. ഓക്കെ, അത് നമുക്ക് അതിന് പറയുന്നതിന് മുന്നേ രണ്ട് കാര്യം, ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ ലോ ആൻഡ് സിവിൽ ലോ. ലീഗൽ സിസ്റ്റംസ് രണ്ട് തരമുണ്ട്, കോമൺ ലോയും സിവിൽ ലോയും. ഈ കോമൺ ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലണ്ടിൽ കോമൺ ലോ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ലോ കംസ് ഫ്രം ദ ജുഡീഷ്യൽ ഡിസിഷൻസ്. ജഡ്ജിമാര് കോടതിയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് വന്ന നിയമമാണ് കോമൺ ലോ. സിവിൽ ലോ എന്ന് പറഞ്ഞാൽ എന്താ? സിവിൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം സ്റ്റാറ്റ്യൂട്ട്സ് ഇല്ലേ, ഒരു ലെജിസ്ലേറ്റീവ് ബോഡി പാസ്സാക്കുന്ന നിയമങ്ങൾ. ഓക്കെ, ആക്ടിലൂടെ വന്ന നിയമമാണ് സിവിൽ ലോ. അതാണ് കോമൺ ലോയും സിവിൽ ലോയും തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഈ ടോർട്ട് ലോ എങ്ങനെ ഡെവലപ്പ് ചെയ്ത്? ടോർട്ട് ലോ ഡെവലപ്ഡ് ഫ്രം ദ ജുഡീഷ്യൽ ഡിസിഷൻസ് ബൈ ജഡ്ജസ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ജഡ്ജിമാര് എടുത്ത ജുഡീഷ്യൽ ഡിസിഷനിലൂടെ വന്ന ഒരു നിയമമാണ് ലോ ഓഫ് ടോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതാണ് ഞാൻ പറഞ്ഞത് ടോർട്ട് ലോ. അതുപോലെ തന്നെ കോമൺ ലോയും സിവിൽ ലോ സിസ്റ്റം, ലീഗൽ സിസ്റ്റംസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ടൈപ്സ്, കോമൺ ലോ സിസ്റ്റം ആൻഡ് സിവിൽ ലോ സിസ്റ്റം. ഇംഗ്ലണ്ടിൽ പ്രൈമർലി കോമൺ ലോ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. ഓക്കെ, ടോർട്ട് ലോ ഗവേൺസ് സിവിൽ റോങ്സ് ആൻഡ് പ്രൊവൈഡ്സ് റെമഡീസ് ഫോർ ദം ത്രൂ മോണിറ്ററി കോമ്പൻസേഷൻ. ടോർട്ട് ലോ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെമഡീസ് കൊടുക്കുക. അതുപോലെ ആ റെമഡി മെയിൻ ആയിട്ട് എന്താ? മോണിറ്ററി കോമ്പൻസേഷൻ. പിന്നെ ഇവിടെ തന്നെ രണ്ട് വാക്കുകൾ, ഡാമേജും ഡാമേജസും. ഓക്കെ, ഒരു എസ് മാത്രം വ്യത്യാസമുള്ളൂ, പക്ഷെ ഇത് രണ്ടും രണ്ടർത്ഥമാണ്. ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഷ്ടം സംഭവിക്കുക. ഒരാൾക്ക് ഒരു ഇഞ്ചുറി സംഭവിക്കാം, ഡാമേജ് എന്ന് പറയും. ഓക്കെ, ഒരു ടോർഷ്യസ് ആക്ടിലൂടെ ഒരാൾക്ക് നഷ്ടം സംഭവിക്കും. ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാമേജസ് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ആണ്. ഒരു എസ് കൂടി, അപ്പൊ അതിന്റെ അർത്ഥം മാറി. ഡാമേജസ് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ. അപ്പൊ ടോർട്ട് പഠിക്കുമ്പോൾ ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം. നമുക്ക് എസെൻഷ്യൽസ് ഓഫ് ടോർട്ടിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ടോർട്ടിൽ ഒരു ടോർഷ്യസ് ആക്ട് ടോർഷ്യസ് ആക്ട് ആണെന്ന് പറയണമെങ്കിൽ 4 പ്രധാനപ്പെട്ട എസെൻഷ്യൽസ് ആണ് വേണ്ടത്. ഓക്കെ, ഒരു ആക്ട് ടോർഷ്യസ് ആക്ട് ആണെന്ന് പറയണമെങ്കിൽ 4 പ്രധാനപ്പെട്ട എസെൻഷ്യൽ. അതിൽ ഫസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് എ ഡ്യൂട്ടി ടു എക്സസൈസ് കെയർ. അതായത് ഒരു ഡ്യൂട്ടി ഉണ്ട്, കെയർ എടുക്കണം, ശ്രദ്ധിക്കണം എന്നൊരു ഡ്യൂട്ടി ഉണ്ട്, അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ടോർട്ടാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് ടോർട്ട്. ടു പെർസ്യൂ എ ലീഗൽ കേസ് ഇറ്റ് ഈസ് നെസസറി ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ tortfeasor owed a duty to take care of the injured party. അതായത് ടോർട്ട് ചെയ്ത വ്യക്തിക്ക് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ there was a element to take care, to take reasonable care. അത് ആ ഡ്യൂട്ടി അയാൾക്ക് ഉണ്ടായിരുന്നു, അയാൾ അത് പാലിച്ചില്ല, അതിലൂടെ മറ്റൊരു വ്യക്തിക്ക് ഇഞ്ചുറി ഉണ്ടായി. അതാണ് ഫസ്റ്റ് എസെൻഷ്യൽ, എക്സിസ്റ്റൻസ് ഓഫ് എ ഡ്യൂട്ടി ടു എക്സസൈസ് കെയർ. ഒരു ശ്രദ്ധിക്കണം എന്നുള്ളൊരു, കെയർ എടുക്കണം എന്നുള്ളൊരു ഡ്യൂട്ടി അയാളുടെ മേൽ ഉണ്ടായിരുന്നു, അയാൾ എന്ത് ചെയ്തു? അത് ചെയ്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ടോർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ടു പെർസ്യൂ എ ലീഗൽ കേസ് ഇറ്റ് ഈസ് നെസസറി ടു എസ്റ്റാബ്ലിഷ് ദാറ്റ്. ഒരു ടോർട്ട് കേസ് കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ദാറ്റ് ദ tortfeasor owed a duty of care to the injured party. ഇഞ്ചേർഡ് പാർട്ടിനെ ടേക്ക് കെയർ എന്ന ഡ്യൂട്ടി അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഡ്യൂട്ടി അയാൾ ശ്രദ്ധിച്ചില്ല. രണ്ടാമത്തത്, there should be a wrongful commission or omission of an act. ഒരു wrongful act അവിടെ സംഭവിച്ചു. wrongful act എന്ന് പറഞ്ഞാൽ എന്താ? നിയമം തെറ്റാണെന്ന് പറഞ്ഞ ഒരു ആക്ടിനെയാണ് നമ്മൾ wrongful act എന്ന് പറയുന്നത്. മോറലി തെറ്റല്ല. മോറലി തെറ്റെന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എന്താ പറയുക, അൺലോഫുൾ ആക്ട് എന്ന് പറയാൻ പറ്റില്ല. നിയമം പറയുന്നുണ്ട് ഈ ഒരു ആക്ട് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്ത് പറയുക, അൺലോഫുൾ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എലമെന്റ്, അപ്പോൾ എസെൻഷ്യൽസ് ഓഫ് ടോർട്ടിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താ? there was a existence of a duty to exercise care. there was a duty to take care. രണ്ടാമത്തെ എന്താ? there is a wrongful commission. ഒരു wrongful ആക്ട് കമ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക,
അതിനാണ് നമ്മൾ ഒമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ എലമെന്റ്. ഓക്കെ, ഇത് ഈ ഒമിഷൻ മനസ്സിലാവാൻ വേണ്ടി ഒരു ഫേമസ് കേസ് അത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. അത് ചെയ്താലും ടോർട്ടാണ്. ഓക്കെ, ഒന്നെങ്കിലും ഒരു റോങ്ഫുൾ ആക്ട് ചെയ്യുക, ഒരു നിയമം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ആക്ട് ചെയ്യുക, അത് ചെയ്താൽ ടോർട്ടാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്യാണ്ട് ഒമിഷൻ ചെയ്യുക, അത് ചെയ്താൽ അതും ടോർട്ടാണ്. ഈ ഒമിഷൻ മനസ്സിലാവാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കേസ് ഞാൻ പറഞ്ഞുതരാം. ഗ്ലാസ്ഗോ കോർപ്പറേഷൻ വേഴ്സസ് ടൈലർ. ഈ ഗ്ലാസ്ഗോ കോർപ്പറേഷൻ വേഴ്സസ് ടൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർക്കിൽ, കോർപ്പറേഷൻ്റെ ഒരു പാർക്കിലാണ്. അവിടെ ഈ വിഷക്കായ, ഈ പോയിസണസ് ആയിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ട്രീ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? പാർക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വന്ന് കളിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിസണസ് ഫ്രൂട്ട് ഉണ്ടാകുന്ന ട്രീ എന്ത് ചെയ്തു? ഈ കോർപ്പറേഷൻകാർ പ്രോപ്പർലി ഫെൻസ് ചെയ്തില്ല. ഓക്കെ, ഫെൻസ് ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു കുട്ടി പോയി അവിടുന്ന് ഒരു വിഷക്കായി പറിച്ച് കഴിച്ചു, ആ കുട്ടി ചത്തുപോയി. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ? കോർപ്പറേഷൻ ഫെൻസ് ചെയ്യണിയിരുന്നു, അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവർ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നു. സോ ദർ വാസ് ആൻ ഒമിഷൻ ഓൺ ദ പാർട്ട് ഓഫ് കോർപ്പറേഷൻ. സോ എന്ത് ചെയ്യുന്നുണ്ട്? ദ കോർപ്പറേഷൻ വാസ് ഹെൽഡ് ലയബിൾ ഫോർ ദ ഒമിഷൻ. ആ കോർപ്പറേഷൻ എന്ത് ചെയ്തു? കോർപ്പറേഷൻ വാസ് ഹെൽഡ് ലയബിൾ ഫോർ ദ കോമ്പൻസേഷൻ. ഇനി മൂന്നാമത്തെ എസെൻഷ്യൽ, രണ്ട് എസെൻഷ്യൽ നമ്മൾ നോക്കി. ആദ്യത്തെ എസെൻഷ്യൽ എന്താ? ദർ വാസ് എ ഡ്യൂട്ടി ടു ടേക്ക് കെയർ. രണ്ടാമത്തെ എന്താ? ദർ ഈസ് എ റോങ്ഫുൾ ആക്ട് കമ്മിറ്റഡ് ഓർ ഒമിഷൻ. രണ്ടും വരാം. ഇനി നമുക്ക് മൂന്നാമത്തെ എന്താ പറയുക എസെൻഷ്യൽ നോക്കാം. നമുക്ക് ആക്ച്വൽ ഹാം ഓർ ലീഗൽ ഹാം. അതായത് ഒരു ടോർട്ട് ഉണ്ടെന്ന് പറയണമെങ്കിൽ അവിടെ ഒരു ആക്ച്വൽ ഹാം, അതായത് ഒരു ലീഗൽ ഹാം അവിടെ ഉണ്ടായിരിക്കണം, എന്നാൽ അത് ടോർട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. വെറും ഡാമേജ് ഉണ്ടായെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, അവിടെ ടോർട്ട് നിലനിൽക്കില്ല. അവിടെ ഒരു ലീഗൽ ഹാം, ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടണം. അതാണ് എന്ത് പറയുന്നത്? ആക്ച്വൽ ഹാം. അതായത് there is a violation of legal rights. Okay, there should be a violation of legal rights. നിർബന്ധമായിട്ടുള്ള കാര്യം. ഇവിടെ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട മാക്സിംസ് അത് ഞാൻ എന്തായാലും പറയാം. ഇൻജൂറിയ സൈം ഡാംനോ, ഡാംനം സൈൻ ഇൻജുറി. ഈ ഒരു തേർഡ് എസെൻഷ്യലിന് കീഴിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട മാക്സിമം നമുക്ക് നോക്കാം. ഇൻജൂറിയ സൈം ഡാംനോ. ഇൻജൂറിയ സൈം ഡാംനോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻജുറി വിത്തൗട്ട് ഡാമേജ്. ഓക്കെ, ഇൻജുറി വിത്തൗട്ട് ഡാമേജ്. ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ഒരു ലീഗൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവിടെ ഡാമേജ് ഇല്ല. അതിൻ്റെ ഒരു ഫേമസ് കേസാണ് ആഷ്ബി വേഴ്സസ് വൈറ്റ്. ഈ ആഷ്ബി വേഴ്സസ് വൈറ്റ് കേസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മാക്സിമം എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ആഷ്ബി വേഴ്സസ് വൈറ്റ് കേസിൽ എന്താ? വോട്ട് ചെയ്യാൻ വന്നു, വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല, പക്ഷെ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആള് ജയിച്ചു. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഡാമേജ് ഉണ്ടല്ല, അയാൾ തോറ്റെടുത്ത ഡാമേജ് ആയാണ്. അവിടെ ജയിച്ചു, പക്ഷെ ഡാമേജ് ഇല്ല. പക്ഷെ വോട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു റൈറ്റ് ആണ്, റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. വേർ ദർ ഇസ് എ റൈറ്റ്, ദർ ഇസ് എ റെമഡി. സോ ഇൻജുറി സൈം ഡാമിന. ഓക്കെ, അപ്പൊ ഇൻജുറി വിത്തൗട്ട് ഡാമേജ്. അപ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ വന്നു, വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല, എന്ത് ചെയ്തു? അയാളുടെ റൈറ്റ് വയലേറ്റ്. അപ്പോൾ അവിടെ എന്തായാലും കോടതി പറഞ്ഞു കോമ്പൻസേഷൻ കൊടുക്കണം. അവിടെ ഡാമേജ് ഉണ്ടായിട്ടില്ലെങ്കിലും ഒരാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ കോടതി പറഞ്ഞു അവിടെ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇറ്റ് ഒക്വേഴ്സ്, ഈ ഇൻജൂറിയസ് ആൻഡ് ഡാമേജ് എന്ന് പറയുന്നത് ഇറ്റ് ഒക്വേഴ്സ് വെൻ എ പേഴ്സൺ എക്സ്പീരിയൻസസ് എ ലീഗൽ ഇഞ്ചുറി ബട്ട് വിത്തൗട്ട് ആക്ച്വൽ ലോസ്. ഓക്കെ, അവിടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു, പക്ഷെ അവിടെ ഒരു ആക്ച്വൽ ലോസ് ഉണ്ടായിട്ടില്ല. സോ അതൊരു തെറ്റാണ്. അപ്പോൾ കോടതി എന്ത് ചെയ്തു? കോമ്പൻസേഷൻ അവാർഡ് ചെയ്ത ഒരു വ്യക്തിക്ക്. അതാണ് ഇൻജൂറിയ സൈൻ ഡാമനം. ഇനി ഡാംനം സൈൻ ഇൻജൂറിയ. ഡാംനം സൈൻ ഇൻജൂറിയ എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ഡാമേജ് ഉണ്ട്, പക്ഷെ അവിടെ ലീഗൽ ഇഞ്ചുറി ഉണ്ട്. ഡാമേജ് ഉണ്ട്, പക്ഷെ ലീഗൽ ഇഞ്ചുറി ഇല്ല. ഡാമേജ് ഉണ്ട്, പക്ഷെ ലീഗൽ ഇഞ്ചുറി ഇല്ല. ഓക്കെ, അതിന്റെ ഫേമസ് കേസാണ് ഗ്ലക്കൗസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എൻട്രൻസിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടോ? സ്കൂള് തുടങ്ങി, ഒരു റൈവൽ സ്കൂൾ തുടങ്ങി. ഈ സ്കൂളിൽ നിന്ന് കുറച്ചധികം പിള്ളേർ ഇവിടെ പോയി ചേർന്നു. അപ്പോൾ ഈ സ്കൂളിന് നഷ്ടം ഉണ്ടായി. അപ്പോൾ ഈ പഴയ സ്കൂളിന്റെ ഓണർ എന്ത് ചെയ്തു? ഇയാൾക്കെതിരെ, പുതിയ സ്കൂൾ തുടങ്ങിയ ആൾക്കെതിരെ കേസ് കൊടുത്തു. പക്ഷെ അവിടെ ലീഗൽ ഇഞ്ചുറി ഉണ്ടോ? ഇല്ല, ലീഗൽ ഇഞ്ചുറി ഇല്ല. ഒരാൾക്ക് നമുക്ക് ഇഷ്ടമുള്ളത് സ്കൂൾ തുടങ്ങാം. ആ സ്കൂളിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ സൈഡിലോ എവിടെ വേണമെങ്കിലും തുടങ്ങാം. ലീഗൽ ഇഞ്ചുറി ഇല്ല, പക്ഷെ അവിടെ ഡാമേജ് ഉണ്ട്, ഇല്ലേ? അപ്പൊ കോടതി പറഞ്ഞു അവിടെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് പറഞ്ഞു. കാരണം ലീഗൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ കോമ്പൻസേഷൻ കൊടുക്കേണ്ടുള്ളൂ. വെറുതെ ഡാമേജ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഡാമനം സൈൻ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ പാർട്ടി എക്സ്പീരിയൻസസ്
actual physical or moral loss, but there is no infringement of legal rights. ലീഗൽ റൈറ്റ്സിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് അവിടെ ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഈ തേർഡ് എസെൻഷ്യൽ തിയറിയിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട മാക്സിംസ്. നിങ്ങൾ എല്ലാവരും മെയിൻ ആയിട്ട് നോക്കി വെക്കുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ എസെൻഷ്യൽ ലീഗൽ റെമഡി. റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ എന്തായാലും റെമഡി കൊടുക്കണം. ഇബി റെമഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ടോർട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ കൊടുക്കുന്ന റെമഡി എന്ന് പറയുന്നത്? കോമ്പൻസേഷൻ ആണ്, ഡാമേജസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ലോ ഓഫ് ടോർട്ട്സ് പ്രൊവൈഡ് സ്പെസിഫിക് ലീഗൽ റെമഡീസ് ടു ദി ഇൻജുവേർഡ് പാർട്ടീസ്. ഒരു ഇൻജുവേർഡ് പാർട്ടിയുടെ ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്ത് റെമഡി കൊടുക്കും. റെമഡി മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് മോണിറ്ററി കോമ്പൻസേഷൻ, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്പെസിഫിക് പ്രോപ്പർട്ടി ഓർ കോർട്ട് ഇൻജുവേർഡ് ഇൻജക്ഷൻസ്. മെയിൻ ആയിട്ട് കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്ററി കോമ്പൻസേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ടോർട്ടിന്റെ ബേസിക്സ് വരുന്നത്. അപ്പോൾ ടോർട്ട് എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ടോർട്ടിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓർത്ത് വെക്കുക. ടോർട്ട് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഡെവലപ്ഡ് ഇൻ ഇംഗ്ലണ്ട്. It developed through judicial decisions passed by judges in England. Okay, it is less developed in India. Okay, അതുപോലെ ടോർട്ട് ഇസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. ടോർട്ടും ക്രൈമും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ടോർട്ട് ചെയ്ത ടോർട്ട് ഫീസർക്കെതിരെ എന്താണ് അവാർഡ് ചെയ്യുന്നത്? ടോർട്ട് ഫീസർക്കെതിരെ കോമ്പൻസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? അവാർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. പിന്നെ എസെൻഷ്യലിലെ 4 പ്രധാനപ്പെട്ട എസെൻഷ്യൽ, 2 പ്രധാനപ്പെട്ട മാക്സിംസ് നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക ടോർട്ടിന്റെ എസെൻഷ്യൽ ഭാഗത്ത് വരുന്നത്. അപ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടന്റ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ കൂടുതൽ വീഡിയോസും സ്റ്റഡി വീഡിയോസും ലെക്ചർ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നിർബന്ധമാണ്. ഓക്കെ, താങ്ക് യു.